കടൽക്കൊലക്കേസിൽ ഇന്ത്യയിൽ കഴിയുന്ന ഇറ്റാലിയൻ നാവികന് ഉപാധികളോടെ നാട്ടിലേക്ക് മടങ്ങാൻ സുപ്രീംകോടതി അനുമതി നൽകി. നാവികൻ സാൽവത്തോറ ജൊറാമിന്റെ ഹർജി പരിഗണിച്ചാണ് അനുമതി. നാവികന്റെ ആവശ്യം ഇന്ത്യ എതിർത്തില്ല. കടൽക്കൊലക്കേസിൽ അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങിവരണം. ഇക്കാര്യത്തിൽ ഉറപ്പ് ഇറ്റാലിയൻ എംബസി എഴുതി നൽകണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കടൽക്കൊലക്കേസ് പരിഗണിക്കുന്ന അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി വിധി ഇന്ത്യക്ക് അനുകൂലമായാൽ നാവികൻ മടങ്ങിവരണം. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ ഇറ്റാലിയൻ എംബസി രേഖാമൂലം ഉറപ്പ് നൽകണം. ഇറ്റലിയിൽ കഴിയുകയാണെങ്കിലും നാവികൻ ഇന്ത്യയുടെ അധികാരപരിധിയിലായിരിക്കും. പാസ്പോർട്ട് ഇറ്റാലിയൻ അധികൃതർക്ക് നൽകണം തുടങ്ങി ഉപാധികളോടെയാണ് സാൽവത്തോറോ ജെറോമിന് നാട്ടിലേക്ക് പോകാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങണമെന്ന നാവികന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ എതിർത്തില്ല. മാനുഷിക വശം പരിഗണിച്ച് എതിർക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി അറിയിച്ചത്. സാൽവത്തോറോ ജെറോമിനൊപ്പം കടൽക്കൊലക്കേസിൽ പിടിക്കപ്പെട്ട മാസിമിലാനോ ലത്തോറയും നേരത്തെ ചികിത്സയ്ക്കായി ഇറ്റലിയിലേക്ക് മടങ്ങിയിരുന്നു. ഇയാൾക്കും ഇനി ഇന്ത്യയിലേക്ക് വരേണ്ടതില്ല. അന്താരാഷ്ട്ര മധ്യസ്ഥ കോടതി എടുക്കുന്ന തീരുമാനമാണ് കടൽക്കൊലക്കേസിൽ ഇനി പ്രധാനം. 2012 കേരള സമുദ്രാതിർത്തിയിൽ വച്ചാണ് ഇറ്റാലിയൻ നാവികർ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടൽക്കൊലക്കേസിൽ കേന്ദ്ര സർക്കാരിന്റേത് കള്ളക്കളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രത്തിന്റെ തെറ്റായ നിലപാട് മൂലമാണ് നാവികൻ രക്ഷപ്പെട്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്നുള്ളിടത്താണ് LDF ഗവൺമെൻറ് നിൽക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ കുറ്റകൃത്യം ചെയ്തയാളെ ഇവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പരിശോധനയും വിചാരണയും ഒക്കെ നടക്കേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ വലിയ കള്ളക്കളിയാണ് നേരത്തെ മുതൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. ആ സമീപനത്തോട് യോജിപ്പ് ഞങ്ങൾക്ക് നേരത്തെയില്ല. ഞങ്ങളതിനെ ശക്തമായി തന്നെ വിമർശിച്ചിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് കോടതിയിൽ നിന്നും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. മുംബൈ കല്യാണിലെ ഡോംബിവാലിയിലുള്ള കെമിക്കൽ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 3 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിവരങ്ങളുമായി പ്രേംലാൽ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. പ്രേംലാൽ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? പരിക്കേറ്റവരുടെ സ്ഥിതി എങ്ങനെയാണ്? മറ്റു വിവരങ്ങളും. സ്വാമി, ഇന്ന് രാവിലെ ഒരു 11:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇതൊരു പഴയ കെമിക്കൽ ഫാക്ടറിയാണ്. ഇവിടെയുള്ള ബോയിലർ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഏകദേശം 45ഓളം പേർക്ക് ഗുരുതരമായ പരിക്കും 3 പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ശക്തമായ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ പരിസര പ്രദേശങ്ങളിലുള്ള ബിൽഡിങ്ങുകളുടെ ഗ്ലാസുകളും വാളുകളും എല്ലാം നാശമായിട്ടുണ്ട്. പ്രേംലാൽ, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കെട്ടിടങ്ങളൊക്കെ തകർന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര പേർ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ളൊരു വ്യക്തമായ ഉത്തരം ഇതുവരെ ഇവർ തന്നിട്ടില്ല. എന്തായാലും പരിസരവാസികളെല്ലാം പരിഭ്രാന്തത്തിലാണ്. ഒരു ഭൂമികുലുക്കം ഉണ്ടായ ഒരു എഫക്റ്റ് ആയിരുന്നു രാവിലെ ഉണ്ടായത്. എല്ലാവരും ഇപ്പോൾ വീടുകൾ വിട്ടിറങ്ങി എല്ലാവരും റോഡുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര ദൂരത്തേക്ക് ഇതിന്റെ ആഘാതം ഉണ്ടായിരുന്നു? ഇതിന്റെ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഇതിന്റെ വൃത്തങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണിത്. ഡോംബിവലി എന്ന് വെച്ചാൽ മലയാളികളടക്കം ധാരാളം പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇതിപ്പോൾ 2ാമത്തെ ഇൻസിഡന്റ് ആണ് അടുത്ത 6 മാസത്തിനുള്ളിൽ നടക്കുന്നത്. പ്രേംലാൽ പറഞ്ഞതുപോലെ മലയാളികൾ ഉള്ള ഒരു ഏരിയയാണ്. അപകടത്തിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച സൂചനകൾ ലഭ്യമാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ മലയാളികൾ പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ വ്യക്തമായൊരു ധാരണ ഇപ്പോഴും ഇല്ല. ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിനു ശേഷം നമുക്കൊരു ഏകദേശം വൈകുന്നേരത്തോടു കൂടി അറിയാൻ കഴിയും. പ്രേംലാലാണ് മുംബൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1 ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാർ അവസാനകാലത്ത് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനുവരി 1 ശേഷമുള്ള സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നും എന്നാൽ നിയമം നടപ്പാക്കുമെന്നും സമിതി കൺവീനർ AK ബാലൻ പറഞ്ഞു. ഭരണകക്ഷിയായാലും ശരി പ്രതിപക്ഷത്തായാലും ശരി
അഴിമതിക്കാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ അഴിമതി നടത്തുന്നത്, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷിക്കുക. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നുള്ള ശിക്ഷയല്ല, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. അതാണ് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. പിന്നെ ചെയ്യേണ്ടത് കോടതികളാണ്. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രക്രിയയിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കില്ല. അവസാന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ വൻതോതിൽ നടത്തിയ ഭൂമിദാന ഉത്തരവുകളിൽ ചിലത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള മുഴുവൻ തീരുമാനങ്ങളും സമിതി പരിശോധിക്കും. AK ബാലന് പുറമെ മന്ത്രിമാരായ TM തോമസ് ഐസക്, മാത്യു T തോമസ്, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെയ് 25-ന് സത്യപ്രതിജ്ഞയുടെ തിരക്കേറിയ ദിനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളി TV സന്ദർശിക്കാൻ സമയം കണ്ടെത്തി. ചെയർമാൻ മമ്മൂട്ടിയും MD ജോൺ ബ്രിട്ടാസും ചേർന്ന് പിണറായിക്ക് സ്നേഹോഷ്മളമായ വരവേൽപ്പ് നൽകി. പിണറായിയുടെ സന്ദർശനം കൈരളി പ്രവർത്തകർക്ക് ആവേശമായി. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട്. 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. ആ വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി. കൈരളിയുടെ സന്തോഷം എനിക്കുമുണ്ടാകുന്ന സന്തോഷമാണ്, എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷ വേളയുമാക്കി. സന്തോഷം നമ്മുടെ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് ഒരു 3-4 പക്ഷികളെ നമ്മളിവിടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയാം. അപ്പോൾ അത് കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിൻ്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായ GITDയിലെ വിദ്യാർത്ഥികളും ഡിസൈനർമാരും ഒരുക്കിയ എക്സലന്റ് എക്സ്പോ 2016 പ്രദർശനം പാലാ എക്സലൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനർ സെന്ററിൽ നടന്നു. വിദ്യാർത്ഥികളുടെ കരവിരുതിന്റെ പകിട്ട് പ്രകടമായ മേള കാണാൻ നിരവധി പേർ എത്തിയിരുന്നു. സാൻഡ് പെയിന്റിംഗ്, ഗ്ലാസ് പെയിന്റിംഗ്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങി വർണ്ണപ്പൊലിമ ചാർത്തുന്ന പെയിന്റിംഗ് പ്രദർശനത്തിന്റെ പ്രത്യേകതയായി മാറി. GITDയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും മേളയോടനുബന്ധിച്ച് നടന്നു. 3 ദിവസം നീണ്ടുനിന്ന പ്രദർശനം സമാപിച്ചു.